ഫുള്ളൊരു കവർ പിസ്ത മേടിച്ച് തരുവാണെങ്കിൽ 2 പേർക്കും ഞാൻ ഇതേപോലുള്ള നല്ല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി ഈ വീട്ടില് തൂക്കിയിട്ടാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, നെക്സ്റ്റ് ഒരു കവർ പിസ്താത്തോട് നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. പിസ്താത്തോടല്ല, പിസ്ത പാക്കറ്റ്. 2 പേർക്കും ഒരു പ്രചോദനമാവട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലോക്കിനെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ. ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും എന്നെ കാത്ത് റിസപ്ഷനിൽ വേണ്ട 2 പേര് എന്നെ കാത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ ഹലോ ഡെല്ലൂസ്. ഞാൻ ഉച്ചക്കാലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോൾ അവർ എന്നെ കാത്തിങ്ങനെ റിസപ്ഷനിൽ ഇരിക്കുകയാണ്, മമ്മിയും ഡെല്ലൂസും കൂടെ. എന്തോ പരിപാടി? ആ, ചെരുപ്പൊക്കെ ഇട്ടോണ്ടാ വന്നത്. ഡെല്ലുതേണ്ടപ്പ ചെരുപ്പൊക്കെ ഇട്ട് നിക്കും, നല്ലതുപോലെ നിക്കും. കൂടെ പഠിപ്പിക്കണ്ടേ, നമ്മളിങ്ങനെ ഇരുത്തിയേ പറ്റൂ. ഇങ്ങ് വാ, നടന്നു വാ. പിടിച്ച് ഒരു സപ്പോർട്ട് വേണം. അതാരാ? ഡെല്ലുവേ. എന്തോ ഡെല്ലു, എന്തോ വിളിയൊക്കെ. ഡെല്ലൂസേ. ആ, പോവാം, റൂമിൽ പോവാം. നടക്കുവാ. ലെറ്റ്സ് ഗോ. ബാ, നടന്നു വാ. ഇങ്ങ് വാ. ആ, ബാ പോവാം. വെയിറ്റ് നോക്കാൻ കേറിയിട്ടുണ്ട്. പക്ഷെ നമ്മള് എത്ര കാണിച്ചേക്കരുത്. ഇല്ലില്ല, ഞാൻ കാണിക്കത്തില്ല. അവർ തന്നെ കണ്ടാലേ ഉള്ളൂ. ഇവരുടെ 2 പേരുടെയും കൂടെ വെയിറ്റാ. നമ്മൾ 1 ദിറംസ് ഇടാൻ പോവാ. യെസ്, വെയിറ്റ് ഒക്കെ വന്നു. ഇറങ്ങിക്കോ. ആ, ഞാൻ വേറൊരു ട്വിസ്റ്റ് കാണിച്ചു തരാം. വെയിറ്റ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് അറിഞ്ഞു, പക്ഷെ ഇട്ട പൈസ തിരിച്ച് കിട്ടുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ ട്വിസ്റ്റ്. ഞങ്ങള് കുഞ്ഞിന്റെ മമ്മിനെ വിളിക്കാൻ പോയതാ. കണ്ടോ? യെസ്, അങ്ങനെ നമ്മൾ നേരെ ഹായ്. ഓക്കെ, ഞങ്ങളുടെ ഭാവിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ ഒന്ന് കണ്ടിട്ട് വന്നോട്ടെ. ഓഹാ, റൂമിൽ പോകുന്നതിന് മുന്നേ നേരെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. നോക്കട്ടെ ഫ്രണ്ട് അവിടെ ഉണ്ടോന്ന്. വിളിക്കുന്ന അവള് ഡെല്ലു വിളിക്കുന്നവളെ ജുവാന്. ബൈ ബൈ പറ. അയ്യോ, ബൈ ബൈ പറ. ഗൈസ്, ഡെല്ലൂസിന് ഇവിടുന്ന് പോണോന്നേ ഇല്ല. ആ, ഗൈസ്, ഞാൻ റൂമിലെത്തി. ഓൾറെഡി ഇവിടെ നമുക്കപ്പോൾ തുടക്കം മുതൽ എടുക്കാൻ പറ്റിയില്ല. ഓൾറെഡി ഇവിടെ നമ്മുടെ ക്ലോക്ക് വെച്ചിട്ട് കുറച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ക്ലോക്ക്. ഈ ക്ലോക്കില് പിസ്താഷലെല്ലാം ഇങ്ങനെ നൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പെയിന്റ് അടിക്കണം തോന്നുന്നല്ലേ? കാരണം ഈ ക്ലോക്ക് കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇവിടെ വെറുതെ ഇരിക്കുക. സോ ഇതിനെ ഡിസൈൻ ചെയ്യാമെന്ന് കരുതി. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. ഇനി ഫുഡ് കഴിക്കണം. ഇപ്പൊ സമയം ഉച്ചയ്ക്കായി അല്ലേ, 12 ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഗൈസ്, ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് തുണി ഇടുവാണേ. അപ്പം ഞാൻ കണ്ടൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ തുണി ഇട്ടാൻ വേണ്ടി ബാൽക്കണിയിൽ വന്നതാണേ. അപ്പോൾ ദേ നമ്മുടെ അടുത്ത ഫ്ലാറ്റിൽ കണ്ടോ എന്തോരം പീജോൺസ് ആണെന്ന് നോക്കിയേ.
എനിക്ക് തോന്നുന്നു അവരവിടെ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇത്രയും പേരും കൂടെ അവിടെ വന്ന് നിൽക്കുന്നത്. കുറച്ച് പേര് വരുന്നു, കുറച്ച് പേര് സ്ഥലമില്ലാതെ തിരിച്ചു പോകുന്നു. ഇതാണ് നമ്മുടെ റോഡ് വ്യൂ. കണ്ടോ, പൂളൊക്കെ നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് കാണാം നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ട്. പ്രാവുകളെല്ലാം അങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. നമുക്ക് തുണി ഇട്ടിട്ട് കയറി പോവാം ഗായ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പരിപാടി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, ഉച്ചക്കലത്തെ ഫുഡ്. സോ ലെറ്റ്സ് ഗോ. ഗൈസേ, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ക്ലോക്കിന്റെ വർക്ക് ഫുള്ളും ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. കാരണം ഞങ്ങൾ ഈ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഉറങ്ങാൻ പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കിട്ടുന്നില്ല. ബാക്കി ഫൈനൽ ലുക്ക് അതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫിക്സ് ചെയ്യണ്ടേ. നമുക്ക് പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ നമ്മൾ ക്യൂടെക്സ് വെച്ച് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദേണ്ട് ഡെല്ലു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡോലു ഉണ്ട്, ദാണ്ട് ഡോലു. അവൻ വിഷമിക്കരുത്, ഡോലു ഡെല്ലു രണ്ടുപേർക്കും വേണം. ഞാൻ ആദ്യം ഡെല്ലു മാത്രമേ കണ്ടോളൂ. ഇത് വെറുതെ കുറേ ദിവസം കൊണ്ട് ഓടാതെ ഒരു ക്ലോക്ക് വീടിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടേക്കുക. നമ്മൾ ക്ലോക്ക് ഉപയോഗമില്ലെങ്കിൽ അത് ഓടുന്നതല്ലെങ്കിൽ ഒന്നുകിൽ എടുത്ത് കളയണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചത് കളയാൻ തോന്നിയില്ല, എന്തെങ്കിലും ഇതുപോലെ നല്ല ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്തായാലും സംഗതി അടിപൊളിയായി. ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ പിസ്താഷെല്ലും കുറച്ച് നല്ല ഗോൾഡൻ ബീഡ്സും പിന്നെ നമ്മുടെ നെയിൽ പോളിഷും. സംഗതി അടിപൊളി. നീ ഇത് ഫിക്സ് ചെയ്താലോ നമുക്ക്? ഞാനും എന്റെ ഭാവയും കൂടെ ഇതെല്ലാം ചെയ്തത് കേട്ടോ. ആ, സൂപ്പർ. അതെ, ഇതിനെ ഇനി നമ്മള് നമ്മുടെ ഡോലൂസിന്റെ ഡോലൂസിന്റെ മങ്കി എടുത്ത് നമ്മള് ലാസ്റ്റ് വർക്ക്. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലോക്കിനെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ. പിസ്താ ഷെല്ല് വെച്ച് നമ്മൾ ക്ലോക്കിനെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ മങ്കി ചേട്ടനെയും കൂടെ അതിൽ ഫിക്സ് ചെയ്തപ്പോ സംഗതി സെറ്റ്. മങ്കി അത് ചുമന്നോണ്ടിരിക്കുന്ന പോലെ ഉണ്ടല്ലേ? അതെ അതെ, മങ്കി അത് തലയിൽ പിടിച്ചോണ്ടിരിക്കുന്ന പോലെ ഉണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതെ അതെ, ഡോലുവിന്റെ മങ്കിയാണ്. ഡോലുമോന്റെ മങ്കിയും ആർക്കും വേണ്ടാതെ കിടന്ന ഒരു ക്ലോക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ സംഗതി ചെയ്തു വന്നപ്പോ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കിടന്നിരുന്ന നമ്മുടെ നമ്മൾ കുട വെച്ചുണ്ടാക്കിയൊരു വോൾ ഡെക്കർ ഇല്ലായിരുന്നോ, അത് നമ്മൾ മാറ്റി ഫിക്സ് ചെയ്യാണ് വേറൊരു സ്ഥലത്തോട്ട്. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.